ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 73 ഭഗവാന്റെ മഥുരാപുരി യാത്ര. ശ്ലോകം 7. നിയമായ നിമജ്ജവാരിണി ത്വാമഭിവീക്ഷ്യാഥരഥേപി ഗാന്ധിനേയ വിവശോചനി കിം ന്വിതം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യാഥ രഥേപി ഗാന്ധിനേയ വിവശോജനി കിം ന്വിതം വിഭോ സ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. അർത്ഥം: ഗാന്ധിനേയ അക്രൂരൻ നിയമായ സന്ധ്യാവന്ദന കർമ്മത്തിനായി വാരിണി വെള്ളത്തിൽ നിമജ്യ മുങ്ങിയിട്ട് ത്വാം ആ ജലത്തിൽ അങ്ങയെ അഭിവീക്ഷ്യ കണ്ടിട്ട് അഥ പിന്നീട് രഥേ അപി രഥത്തിലും കണ്ടിട്ട് വിവശ അദ്ഭുതാവേശത്തോടു കൂടിയവനായി അജനി ഭവിച്ചുവല്ലോ. നനു ദേവ അല്ലയോ ദേവ, വിഭോ സർവശക്ത, തേ അങ്ങയുടെ, സമന്താത് എല്ലായിടത്തും, സ ഇദം തു ഈ കാഴ്ചയാകട്ടെ, ചിത്രം കിം नु ആശ്ചര്യകരമാണോ അല്ല. ഇതിലെ അക്ഷരങ്ങളും എങ്ങനെ വായിക്കാമെന്നും നോക്കാം. നിയമായ നിമജ്യ വാരിണി ത്വാം അഭിവീക്ഷ്യാഥ ചേർത്തിട്ട് ത്വാമഭിവീക്ഷ്യാഥ. അഭിവീക്ഷ്യാഥ അഭി എന്നുള്ളതിൻ്റെ ഭീന്നും വീക്ഷ്യാഥ ക്ഷ്യ എന്നുള്ള അക്ഷരം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രഥേപി ഥ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഊന്നി പറയണം. ഗാന്ധിനേയ അവിടെ വിസർഗം. വിവശോജനി വിവശ അജനി ചേർത്തിട്ട് വിവശോജനി. കിം ന്വിതം വിഭോ ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്തേ നനു ചിത്രം ത്വവലോകനം. തു അവലോകനം ചേർത്തിട്ടാണ് ത്വവലോകനം. സമന്താത് നിയമായ നിമജ്യ വാരിണി ത്വാമഭിവീക്ഷ്യാഥരഥേപി ഗാന്ധിനേയ വിവശോചനി കിം ന്വിതം വിഭോസ്തേ നനു ചിത്രം ത്വവലോകനം സമന്താത്. അടുത്തത് 8ാമത്തെ ശ്ലോകം. പുനരേഷ നിമജ്യ പുണ്യശാലി പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ അരികംബുഗദാംബുജൈഃ സ്ഫുരന്തം സുരസിദ്ധൗഖപരീതമാലുലോകേ. വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം: പുനർ ഏഷ നിമജ്യ പുണ്യശാലീ പുരുഷം ത്വാം പരമം ഭുജംഗ ഭോഗേ അരി കമ്പു ഗദാംബുജൈഃ സ്ഫുരന്തം സുരസിദ്ധൗഖ പരീതം ആലുലോകേ. അർത്ഥം: പുണ്യശാലി പുണ്യം നേടുക ശീലമായിട്ടുള്ള ഏഷ ഈ അക്രൂരൻ പുന വീണ്ടും നിമജ്യ യമുനാജലത്തിൽ മുങ്ങിയപ്പോൾ ഭുജംഗഭോഗേ അനന്തനെന്ന കിടക്കയിൽ അരികമ്പുഗദാംബുജൈ ചക്രം ശംഖ് ഗദ താമരപ്പൂവ് എന്നിവ കൊണ്ട് സ്ഫുരന്തം ശോഭിക്കുന്നവനുമായ സുരസിദ്ധൗഖ സുരന്മാരും സിദ്ധന്മാരുമായ പരീത സംഘങ്ങളാൽ ചുറ്റപ്പെട്ടവനും പരമം ഏറ്റവും മഹത്വമുള്ളവനും പുരുഷം പുരുഷനുമായ
ത്വാം അങ്ങയെ ആലുലോകെ കണ്ടു. ഇതിലെ അക്ഷരങ്ങളും എങ്ങനെ ചൊല്ലാന്നും നോക്കാം. പുനർ ഏഷ പുനരേഷ, നിമജ്യ പുണ്യശാലീ, പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതേപോലെ ഭോഗേ എന്നുള്ളതിൻ്റെ ഭോന്ന് ഊന്നി പറയാനുള്ളതാണ്. അരികമ്പു ഗതാംബുജൈ, ഭൂ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. അവിടെ വിസർഗം, അപ്പോൾ വിസർഗം ചൊല്ലണം. സ്ഫുരന്തം, ഭു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്ഫു എന്നുള്ളത് സ്ഫുരന്തം. സുരസിദ്ധൗഖ, സിദ്ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധൗ എന്നുള്ളത് ഖ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. പരീതം ആലുലോകേ ചേർത്ത് ചൊല്ലുമ്പോൾ സുരസിദ്ധൗഖ പരീതമാലുലോകേ. പുനരേഷ നിമജ്യ പുണ്യശാലീ, പുരുഷം ത്വാം പരമം ഭുജംഗഭോഗേ. അരികമ്പുഗദാംബുജൈ സ്ഫുരന്തം സുരസിദ്ധൗഖപരീതമാലുലോകേ. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.